പിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തി മുസ്ലിം ലീഗ് ഒറ്റപ്പാലം മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് PMA ജലീൽ. തദ്ദേശ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ സെക്രട്ടറി ശ്രമിക്കുന്നുവെന്നും ജലീൽ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് സംസ്ഥാനം ഒരുങ്ങുന്ന സാഹചര്യത്തിലാണ് ഗുരുതര ആരോപണങ്ങൾ ഉയർത്തി മുസ്ലിം ലീഗ് രംഗത്ത് വന്നിരിക്കുന്നത്. ദീർഘകാലം സെക്രട്ടറിയായി ഒറ്റപ്പാലത്ത് തുടരുന്ന ഉദ്യോഗസ്ഥൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിണിയാളായി പ്രവർത്തിക്കുകയാണെന്നും ജലീൽ KCVയോട് പറഞ്ഞു. 2020 ഡിസംബർ മാസത്തിൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുമുമ്പായി 2020 ഒക്ടോബർ മാസത്തിൽ നിലവിലുണ്ടായിരുന്ന സെക്രട്ടറിയെയും സൂപ്രണ്ടിനെയും ഒരേ സമയം സ്ഥലം മാറ്റിയാണ് ഇദ്ദേഹത്തെ സൂപ്രണ്ടായി നിയോഗിച്ചത്. 4/11/2020 ചാർജ് എടുത്ത ഇദ്ദേഹം ഇതുവരെയും ഇവിടെ പ്രവർത്തിച്ചു വരികയാണ്. ഇതിനിടയിൽ 3/7/2022 മുതൽ 1/9/2022 വരെയുള്ള 2 മാസം മാത്രമാണ് ഇദ്ദേഹം മറ്റൊരു നഗരസഭയിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. CPMന് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം നടപടി സ്വീകരിച്ചത്. സൂപ്രണ്ടായി ചാർജ് എടുത്ത ഇദ്ദേഹം സെക്രട്ടറി ഇൻചാർജായി പ്രവർത്തിക്കുകയും തെരഞ്ഞെടുപ്പിൽ ഒരു വിഭാഗത്തിന് മാത്രമായി അനുകൂല നടപടികൾ സ്വീകരിക്കുകയുമാണ് ചെയ്തത്. ജനാധിപത്യ സംവിധാനങ്ങളോടെ മുഖം തിരിഞ്ഞു നിൽക്കുന്നതിന്റെ ഭാഗമായി രണ്ടാം LDF സർക്കാർ വന്ന ശേഷം 4/12/21 മുതൽ ആരംഭിച്ച താലൂക്ക് വികസന സമിതി യോഗങ്ങളിൽ ഇതുവരെയും അദ്ദേഹം നേരിട്ട് പങ്കെടുത്തിട്ടില്ല. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ സർക്കാരിൽ പരാതി നൽകിയെങ്കിലും പരിഹരിക്കപ്പെടാത്തതിനാൽ ഈ വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിലാണെന്നും ജലീൽ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അടുത്ത ദിവസം മുതൽ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഒറ്റപ്പാലം നഗരസഭയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ശ്രീ പ്രദീപ് എന്നവർ ദീർഘകാലമായി ഈ സ്ഥാനത്ത് തുടരുകയാണ്. കഴിഞ്ഞ 5 വർഷമായി ഇദ്ദേഹം തന്നെയാണ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഘട്ടത്തിലാണ് കഴിഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. 2020 നടന്ന തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹത്തെ ഈ സ്ഥാനത്ത് അവരോധിക്കാൻ വേണ്ടി CPM നിലവിലുള്ള സെക്രട്ടറിയെയും സൂപ്രണ്ടിനെയും ഒരേ ദിവസം സ്ഥലം മാറ്റിക്കൊണ്ടായിരുന്നു സൂപ്രണ്ടായി ഇദ്ദേഹത്തെ കൊണ്ടുവരികയും പിന്നീട് സെക്രട്ടറിയുടെ ഇൻചാർജ് കൊടുക്കുകയും ചെയ്തു. ആ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന്റെ പല പ്രവർത്തനങ്ങളിലും ഒരു വിഭാഗത്തെ മാത്രം CPMന് മാത്രം സഹായിക്കുന്ന നിലപാടുകളായിരുന്നു അദ്ദേഹം സ്വീകരിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻപാകെ ചില സ്ഥാനാർത്ഥികൾ അദ്ദേഹത്തിനെതിരെ പരാതികൾ പോലും കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, ജനാധിപത്യ രീതിയിലുള്ള പല സംവിധാനങ്ങളും താലൂക്ക് വികസന സമിതി പോലുള്ള പല സംവിധാനങ്ങളോടും അദ്ദേഹം മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. ഈ സർക്കാരിന്റെ ഘട്ടത്തിൽ ചേർന്ന ഒരു താലൂക്ക് വികസന സമിതി യോഗത്തിൽ പോലും അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. അദ്ദേഹത്തിനെതിരെ സർക്കാരിൽ പരാതി നൽകിയിട്ടുണ്ട്. സർക്കാരിന്റെ പരാതിയിലും പരിഹാരം അല്ലാത്ത സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അദ്ദേഹത്തിനെതിരെയുള്ള കേസ് അടുത്ത ദിവസം പരിഗണിക്കുക. ഈ സാഹചര്യത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ്. തെരഞ്ഞെടുപ്പ് സുതാര്യമായി നടക്കേണ്ടതുണ്ട്, ജനാധിപത്യ രൂപത്തിൽ നടക്കേണ്ടതുണ്ട്, നിഷ്പക്ഷമായി നടക്കേണ്ടതുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളിലും അദ്ദേഹം ഒരു വിഭാഗത്തിന് മാത്രമായി ഇടപെടും എന്ന് ന്യായമായി നിങ്ങൾ സംശയിക്കുകയാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹത്തെ ഈ സ്ഥാനത്ത് നിന്നും മാറ്റണമെന്ന് സർക്കാരിനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുക.